അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹവും ആദരവും നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, യുവാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, സഹപ്രവർത്തകർ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. റിസാല സ്റ്റഡി സർക്കിൾ RSC രാജ്യാന്തര തലത്തിൽ കർമ്മരംഗത്ത് 30 ആണ്ട് പൂർത്തിയാക്കിക്കൊണ്ട് 3130 എന്ന പേരിൽ 30ാം വാർഷിക ആഘോഷം വിവിധ പദ്ധതികളിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിലെ 1000 യൂണിറ്റുകളിൽ യൂത്ത് കോൺഫറൻസിയ നടന്നു വരികയാണ്. ജിദ്ദ ഷർഫിയ സെക്ടറിലെ ഓൾഡ് എംബസി യൂണിറ്റിൻ്റെ ഈ മഹത്തായ സമ്മേളനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ തിരുവാക്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. വിഭവം കരുതണം, വിപ്ലവമാവണം എന്ന കാലം ആവശ്യപ്പെടുന്ന അതിമൂർച്ചയുള്ള അതിശക്തമായ ഒരു പ്രമേയമാണ് RSC മുന്നോട്ട് വച്ചിട്ടുള്ളത്. വിഭവം കരുതണം, വിപ്ലവമാവണം. എല്ലാ ജനവിഭാഗങ്ങളും എല്ലാ മനുഷ്യരും പഠനവിധേയമാക്കേണ്ടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൻ്റെ യുവത റിസർച്ച് ചെയ്യേണ്ടുന്ന, ബോധവൽക്കരണം നടത്തേണ്ടുന്ന ഒരു പ്രമേയമാണ്. കാലം ആവശ്യപ്പെടുന്ന പ്രമേയം വിഭവം കരുതണം, വിപ്ലവമാവണം. പരിശുദ്ധ ഖുർആനിൻ്റെയും പരിശുദ്ധ ഇസ്ലാമിൻ്റെയും നിലപാടാണ് യഥാർത്ഥത്തിൽ ഈ പ്രമേയം മനുഷ്യലോകത്തോട് ആവശ്യപ്പെടുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിൻ്റെ അതിശക്തമായ പ്രമേയമായിരുന്നു അത്. വിപ്ലവമാവണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാറ്റമുണ്ടാക്കണം എന്നാണ്. ഈയൊരു രീതിയിൽ പോയാൽ പോരാ, കൃത്യമായ മാറ്റം അടയാളപ്പെടുത്തണം എന്നാണ്. ബോധപൂർവമായ പ്രവർത്തനമുണ്ടാവണം. കർമ്മം കൊണ്ടാണ് മാറ്റമുണ്ടാക്കേണ്ടത്. വിഭവം കരുതണം. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ച പ്രപഞ്ചം, അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ ആകാശം, ഭൂമി, വിവിധങ്ങളായ ഗോളങ്ങൾ, ഗാലക്സികൾ, അങ്ങനെ തുടങ്ങി ഈ പ്രപഞ്ചത്തിൽ, വിശിഷ്യ ഭൂമിയിൽ, ആകാശത്തിൽ കോടിക്കണക്കിന് നിക്ഷേപങ്ങൾ, വിഭവങ്ങൾ അള്ളാഹു കരുതി വച്ചിട്ടുണ്ട്. ആ കരുതി വെച്ച വിഭവങ്ങളെല്ലാം പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുലിഖ ലക്കും മാഫിൽ അർളി ജമീഅ എന്നതാണ്. മനുഷ്യന് ആവശ്യത്തിനും ഗുണത്തിനും വേണ്ടിയാണ് അല്ലാഹു തആല ഇതെല്ലാം സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ പറയുമ്പോൾ, മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്നും ഖുർആൻ പറയുന്നുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ എന്നതാണ്. മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അറിയുകയും അറിഞ്ഞ് ഇബാദത്തെടുക്കുകയും ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ഖുർആൻ, എന്ന് പറയുന്ന അള്ളാഹു, ഈ ഭൂമിയിലുള്ള എല്ലാ നിക്ഷേപങ്ങളും വിഭവങ്ങളും നിധികുംഭങ്ങളും മനുഷ്യന് വേണ്ടിയിട്ടാണ് അള്ളാഹു പടച്ചത് എന്ന് പറയുമ്പോൾ, സൃഷ്ടാവ് ആ മനുഷ്യന് നിയതമായ രീതിയും പ്രപഞ്ചത്തിലെ ലോകത്തെ എല്ലാ വിഭവങ്ങളുമായും എങ്ങനെയാണ് മനുഷ്യൻ ഇടപെടേണ്ടത്, എങ്ങനെയാണ് അതുമായി കരുതൽ തീർക്കേണ്ടത് എന്നുള്ളതെല്ലാം ഖുർആൻ നിർവചിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റേത് ആയതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലുള്ള ഒന്നും, ഭൂമിയിലുള്ള ഒരു വിഭവങ്ങളും നശിപ്പിക്കാൻ
മനുഷ്യന് അധികാരമില്ല, അവകാശമില്ല. ആവശ്യത്തിന്, ഗുണത്തിന്, നന്മയ്ക്ക് ഉപയോഗപ്പെടുത്താം എന്നതാണ്. അതേസമയത്ത് പുതിയ ലിബറൽ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ഇതെല്ലാം നമ്മുടേതാണ്, ഇതിനൊരു മറ്റൊരു അധികാരിയില്ല, ഉടമസ്ഥനില്ല, ഈ ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളും നശിപ്പിക്കാനുള്ള അധികാരവും എല്ലാവിധ അവകാശവുമുണ്ട് എന്ന നിലക്കാണ് ലിബറൽ ചിന്താഗതിയുള്ള മനുഷ്യൻ ഈ ഭൂമിയിലുള്ള വിഭവങ്ങളോട് ഇടപഴകുന്നത്. എന്നാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശവും ധർമ്മബോധവും ഉൾക്കൊണ്ട മനുഷ്യൻ, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവും നശിപ്പിക്കാൻ തനിക്ക് അധികാരമില്ല, അവകാശമില്ല, നിയതമായ രീതിയിൽ മാത്രമേ ഈ ഭൂമിയുടെ ജൈവികത നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനങ്ങളുമായും തനിക്ക് ഇടപെടാൻ പാടില്ല എന്ന ധർമ്മബോധത്തോടു കൂടിയാണ് യഥാർത്ഥ മനുഷ്യൻ ജീവിക്കേണ്ടുന്നത്. ഈ ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ RSC റിസാല സ്റ്റഡി സർക്കിൾ നമ്മോട്, ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്. പർവ്വതങ്ങൾ അത് തകർക്കാൻ മനുഷ്യന് അധികാരമില്ല. അത്യാവശ്യത്തിന് ഉപയോഗപ്പെടുത്താം എന്നതിലപ്പുറം ഖുർആൻ പറയുന്നത് വൽ ജിബാല ഔതാദ എന്നതാണ്. ഈ ഭൂമിയുടെ ആണിക്കല്ലാണ് പർവ്വതം. അത് നശിപ്പിച്ചു കളഞ്ഞാൽ ഭൂമിയുടെ ബാലൻസ് തെറ്റിപ്പോകുമെന്നതാണ്. ഭൂമിക്കൊരു ബാലൻസ് ഉണ്ട്, എല്ലാത്തിനും ബാലൻസുകളുണ്ട്. ആ ഒരു ബാലൻസ് പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ കാണാം. വസമാഅ റഫഅഹാ വവദഅൽ മീസാൻ. ആകാശത്തെ നാം ഉയർത്തി, അള്ളാഹു ഉയർത്തി. വവദഅൽ മീസാൻ, അള്ളാഹു തആല ഈ ഭൂമിയിൽ സന്തുലിതാവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സന്തുലിതാവസ്ഥ, അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ പാടില്ല. അതിൽ അതിക്രമം ഉണ്ടാകാൻ പാടില്ല. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറുൽ മീസാൻ. തുലാസിൽ പോലും തൂക്കം നിർവഹിക്കുന്നിടത്ത് അതിക്രമം ഉണ്ടാക്കാൻ പാടില്ല. കൃത്യമായ ബാലൻസിങ്, കൃത്യമായ തൂക്കം അത് പാലിക്കേണ്ടതുണ്ട്, നിയമം പാലിക്കേണ്ടതുണ്ട്. അതിക്രമിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ മരങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. മരങ്ങളിലൂടെയാണ് അല്ലാഹു തആല ഓക്സിജൻ സൃഷ്ടിച്ചു വിടുന്നത്. ആ മരങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. ഭൂമിയിലെ വെള്ളം അത് അനാവശ്യമായി ചെലവഴിക്കാനോ നശിപ്പിക്കാനോ പാടില്ല. ഖുർആനിൻ്റെ അധ്യാപനമാണ്. ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ജലാശയങ്ങളിൽ, കുളങ്ങളിൽ, കിണറുകളിൽ വെള്ളം നിലച്ചുപോയാൽ നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളം ആരാണ് കൊണ്ടുവന്ന് തരിക? അത് വെള്ളം നിർമ്മിക്കാൻ സാധ്യമല്ല. ആ വെള്ളം നിലച്ചുപോയാൽ അള്ളാഹു മാത്രമാണ് കൊണ്ടുവന്ന് തരികയുള്ളൂ. ഈ വിഭവങ്ങളെല്ലാം അള്ളാഹുവിൻ്റെതാണ്. അത് നിയതമായി മാത്രമേ ഉപയോഗിക്കാവൂ. ആവശ്യത്തിനും അത്യാവശ്യത്തിനും ഗുണങ്ങൾക്കും വേണ്ടി മാത്രമേ ഉപയോഗപ്പെടുത്താവൂ. പ്രപഞ്ചത്തിലുള്ള ഒന്നും മനുഷ്യന് നശിപ്പിക്കാനോ അത് ഇല്ലായ്മ ചെയ്യാനോ ഉള്ള അധികാരവും അവകാശവും ഇല്ല. വരും തലമുറക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വിഭവങ്ങളെയും കരുതലായി കണ്ടുകൊണ്ട്, സേവ് ചെയ്തുകൊണ്ട് വരും തലമുറക്ക് വേണ്ടി നാം കരുതി വെക്കണമെന്ന മൂർച്ചയുള്ള, ജാഗ്രതയുള്ള സന്ദേശമാണ് റിസാല സ്റ്റഡി സർക്കിൾ ലോകത്തോട് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിപ്പിച്ചു തരുമാറാവട്ടെ. സമ്മേളനങ്ങളും പ്രോഗ്രാമുകളൊക്കെ അല്ലാഹു വിജയത്തിലാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഷർഫിയ സെക്ടറിലെ ഓൾഡ് എംബസി യൂണിറ്റിൻ്റെ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു.
വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.